ഒരു തവണ അബദ്ധം പറ്റിയവർക്ക് മനസ്സിലാവും എന്തായിരുന്നു ഞങ്ങൾ പറയുന്നത്. പുതിയതായിട്ട് വരുന്നവരാക്കിയാലും അത്രയും മനസ്സിലാവണം. ഡോക്ടർ ഫിൽടെക് വാട്ടർ കൺസൾട്ടന്റ്, അതാണല്ലോ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതെങ്ങനെയാണ് സ്വീകരിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നല്ല സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എക്സാക്റ്റ് എന്താണോ പ്രശ്നം അത് പറഞ്ഞാലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ടർ ഫിൽറ്ററും വാട്ടർ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒരു ഡിവിഷനാണ് വാട്ടർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ പറയല്ലോ മൺകുടത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്, അതൊരു ഫിൽട്രേഷൻ മെത്തേഡാണ്. അത് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഡിവിഷനാണ്. അത് അങ്ങനെയുള്ള ഒരു ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൊഫഷണലിനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മലിനമായ ഒരു ജലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഈ വെള്ളം ചീത്തയാണ് എന്നുള്ള നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും? ചില സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിലേക്ക് കറ ഒക്കെ പിടിക്കുക, ടൈലിൽ പിടിക്കുക, അല്ലെങ്കിൽ ക്ലോസറ്റുകളൊക്കെ ആയാലും പെട്ടെന്ന് കളർ ഒരു യെല്ലോയിഷ് കളറിലേക്ക് അങ്ങ് പോകും. പിന്നീട് നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിലും ചോറൊക്കെ പെട്ടെന്ന് ചീത്തയാവുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കും. ഒന്ന് നമുക്ക് ഈ ഡേ ടു ഡേ പൊല്യൂഷൻ നല്ല രീതിയിൽ കൂടുമല്ലേ എന്ന് വെച്ചിട്ട് ഒരു വെള്ളം കാഴ്ചയിൽ ക്ലിയർ ആണെന്ന് വെച്ചിട്ട് അതിനകത്ത് പ്രശ്നമില്ല എന്നർത്ഥമില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്നായാലും വീടുകളിൽ മഴക്കാലത്തൊക്കെ ആയാലും വെല്ല് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും വന്ന്. നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് തീർന്ന് ഈ വർഷത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിനി ഒന്നും വേണ്ട. അപ്പോൾ ഈ ക്ലോറിനേറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരിയാണ്, ബാക്ടീരിയ ക്ലോറിനേറ്റ് ചെയ്താൽ മതി. പക്ഷേ ആ കിടക്കുന്ന വെള്ളം മാത്രമേ അതുകൊണ്ട് നശിക്കപ്പെടുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്, കുഴൽ കിണർ, അങ്ങനെ പല കാര്യങ്ങൾ. എത്രത്തോളം സുരക്ഷിതമാണ് ഇതെല്ലാം? നമുക്ക് എല്ലാ വെള്ളത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട്. കാഴ്ചയിൽ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റണം. സ്മെല്ല് ചെയ്യുമ്പോൾ ബാത്ത് ചെയ്യുമ്പോഴൊക്കെയായാലും സ്മെല്ലുണ്ടെങ്കിൽ പ്രശ്നമാണ് കസ്റ്റമർ. അതിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. ഈ പല രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പലതും ഹൈഡ് ചെയ്യേണ്ടി വരും. ഡിസഡ്വാൻറ്റേജ് ചിലപ്പോൾ ഒന്നും താത്തു പിടിക്കേണ്ടി വരും. കൺസൾട്ടൻസി ആണ് അത് വേണ്ട. കറക്റ്റ് പറയാം. കല്ലിൻ്റെ അടുത്തുനിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ളമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പാറയുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോഴും ഈ പാറയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴായാലും അവിടെയും സെപ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെങ്ങോട്ട് പോകും? എർത്തായി പോകാൻ സോഴ്സില്ല, പ്രോപ്പർ എർത്തിങ് നടക്കത്തില്ല. അപ്പോഴും ഈ പാറകളുടെ സർഫസിലൂടെ തന്നെയാണ് മറ്റ് സോഴ്സിലേക്കൊക്കെ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ആ വെള്ളമാണ് മറ്റൊരാൾക്ക് മറുവശത്തൂടെ കിട്ടുന്നത്. അതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. എല്ലാവരും അതിനെ പറ്റിയിട്ട് ഇപ്പോഴേ ബോധേഡായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇപ്പോൾ പ്രായമുള്ളവർ കഴിക്കുന്ന മെഡിസിനുകൾ പോലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വെള്ളം, നമ്മുടെ ജലമൊക്കെ പരിശോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? കേരളത്തിൽ നമുക്കിന്ന് വാട്ടർ അതോറിറ്റി ലാബുകൾ ഒരുപാടെടുത്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാട്ടർ ടെസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ PCBയുടെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അപ്രൂവലുള്ള ലാബുകൾ ഒത്തിരി കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനികൾ, നല്ല രീതിയിൽ ചെയ്യുന്ന കമ്പനികളിലും വാട്ടർ ടെസ്റ്റിംഗ് സർവീസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാട്ടർ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന മേഖല തന്നെയാണ്. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നെങ്കിലും ഈ പലരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. മോശം സാധനം കൊടുത്തിട്ട് സൊല്യൂഷൻ തരാമെന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ചെയ്യുന്നവർക്ക് പോലും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അവരും കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ കസ്റ്റമർ അതിനകത്ത് ബോധേഡായാൽ മാത്രമേ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ കസ്റ്റമറിന്. വരുന്നവരെല്ലാവരും ഈ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്നാലേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും ചിലപ്പോൾ പറയത്തില്ല. എന്നാൽ പിന്നെ അങ്ങനെയായിട്ടെന്നേ പറയത്തുള്ളൂ പലരും. കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ ആരും വർക്ക് ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് കൺസൾട്ടൻസി സർവീസ് മാത്രം എടുക്കാം, നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കണമെന്നില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് എടുക്കുകയോ വേണ്ട എന്നുള്ള രണ്ടാമത്തെ കാര്യം. കൺസൾട്ടൻസി സർവീസ് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഏത് രീതിയിലായിരിക്കും? കാരണം അത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നേരത്തെ അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് എല്ലാത്തിൻ്റെയും പ്രാഥമിക കാര്യം. അപ്പോൾ അത് വന്നാൽ മാത്രമായിരിക്കും നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കോസ്റ്റ് വൈസ് എടുക്കാനായിട്ട് നമുക്കിപ്പോൾ ലാബ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ലാബ് ടെസ്റ്റിൽ നമുക്ക് റിപ്പോർട്ടിൽ കണ്ടു എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഈ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം എൻ്റയർലി കസ്റ്റമറുടെ കയ്യിലാണ് അതിൻ്റെ ചോയ്സ്. ഏത് ക്വാളിറ്റിയിൽ എനിക്ക് ഇനി വാട്ടർ കിട്ടണം എന്നുള്ളതിൻ്റെ പ്രസക്തിയിലാണ് ഈ കോസ്റ്റ് ഇരിക്കുന്നത്. വെള്ളം ടെസ്റ്റ് ചെയ്തു, ഓക്കെ, ഇനി എനിക്ക് ഏത് ക്വാളിറ്റി കിട്ടണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാം കോസ്റ്റ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, കാലാവസ്ഥ മാറ്റം വരുമ്പോൾ നമ്മൾ എത്ര കൺസൾട്ട് ചെയ്താലും അതിലൊരു വ്യത്യാസം അപ്പോഴും കാണില്ലേ? അപ്പോൾ നമ്മളൊരു കോമൺ സിനാരി വെച്ചായിരിക്കും ചെയ്യുന്നത്. എന്നുവെച്ചാൽ പിന്നെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് വരാത്ത രീതിയിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യും. കാര്യം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ അറിയാമല്ലോ ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാണുമ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വരെ പോകാം
എന്നുള്ള കുറച്ച് സിനാരിയോസ് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുക്കും, ഇത് ഇന്ന ക്യാരക്ടറിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ യൂണിറ്റ് വെച്ചിരിക്കുന്നതെന്ന് എന്ന് കസ്റ്റമറെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തും. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്ത സമയത്തായാലും കസ്റ്റമറോട് പറയും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതാണ്, ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ കസ്റ്റമർ തയ്യാറാണ്, ബാധ്യസ്ഥരാണെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമാണെന്ന് കസ്റ്റമർ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ആ പീരീഡിലാണ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് വാട്ടർ ഫിൽട്ടർ, 2 വാട്ടർ ട്രീറ്റ്മെൻറ്റ്, 2 കാര്യങ്ങളുണ്ടല്ലോ. ഇത് ചിലപ്പോൾ അറിയില്ലാത്തവരുണ്ടാവും ഈ ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിൽ നടത്തുന്നു. ചിലർ ഇപ്പോൾ പറഞ്ഞ പോലെ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ഫിൽട്ടർ മാത്രം മതി എന്ന് പറയും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? വാട്ടർ ഫിൽറ്ററും വാട്ടർ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, വാട്ടർ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു ഡിവിഷനാണ് വാട്ടർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റും, ആരെക്കൊണ്ടും ചെയ്യാം. അതിനകത്ത് കാര്യം പണ്ട് ഞാൻ പറയല്ലോ മൺകുടത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് അതൊരു ഫിൽട്രേഷൻ മെത്തേഡാണ്. അത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒരു ഡിവിഷനാണ്. അത് അങ്ങനെയുള്ള ഒരു ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല, ആർക്കും ചെയ്യാം. ഈ റോ മെറ്റീരിയലൊക്കെ കിട്ടിയാൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൊഫഷണലിനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഒരു തർക്കമില്ല. കാര്യം അതിനകത്ത് അപ്പോഴാണ് റെഗുലർ കൺസൾട്ടൻസി വേണ്ടി വരുന്നത്. കാര്യം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്, അതൊരിക്കലും താഴോട്ട് പോകരുത്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കേണ്ടി വരും. ഇനി എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ കറക്റ്റ് കണ്ടീഷനാണോ എന്നുള്ള അഡ്വൈസ് പിന്നെയും കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് നമുക്ക് എൻ്റെ റിസൾട്ട് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുന്നിടം വരെ ചെയ്യുക, അതായിരിക്കും അത് ട്രീറ്റ്മെൻറ്റ് വെച്ച് വരുമ്പോൾ വരുന്നത്. മറ്റേതെന്ന് പറയുമ്പം അങ്ങനെയല്ല, ഫിൽട്രേഷനാണ്. ജസ്റ്റ് ഒരു മീഡിയ വെച്ചിട്ട് അത് സ്ക്രീൻ ചെയ്തെടുത്താൽ മാത്രം മതി. കാര്യം ചിലപ്പോൾ അതിനകത്ത് ചില പാരാമീറ്റർ മാറും, ചിലത് മാറത്തില്ല. തമ്മിൽ എൻ്റെ കാഴ്ചയില്ലെന്ന ഇതെല്ലാം സെയിം ആയിരിക്കും, ലുക്ക് വൈസ് സെയിം ആയിരിക്കും വെള്ളം. ഓക്കെ ചിലർ ഫിൽറ്റർ കൊണ്ട് നിർത്താം എന്നുള്ള പ്ലാനിൽ വരുന്നവരായിരിക്കും, ചിലർ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നും പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് എനിക്ക് തോന്നുന്നു നല്ല വ്യത്യാസം, നല്ല ഡിഫറൻറ്റ് വരും. ഒരു 3 times ഒക്കെ ഡിഫറൻസ് വരാറുണ്ട്. മിനിമം 3 times ഒക്കെ കൂടുതൽ വരും. പിന്നെ വെള്ളത്തിൻ്റെ കോംപ്ലിക്കേഷൻ എത്രത്തോളം കൂടുന്നു, അവരുടെ എൻഡ് യൂസ്, റിക്വയർമെൻറ്റ്, ഇതിനെല്ലാം വെച്ചിട്ടാണ്. പിന്നെ അവർക്ക് ഏത് ക്വാളിറ്റി കിട്ടണമെന്നുള്ളത് അവരുടെ കയ്യിലാണ് ഡിസിഷൻ ഉള്ളത്. എനിക്ക് ഇന്ന ക്വാളിറ്റി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ മതി. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, രണ്ടും കൂടെ നടക്കത്തില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നാൽ എനിക്ക് അധികം കോസ്റ്റ് ആവരുത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. ഫിൽട്രേഷൻ ആണെങ്കിൽ നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമർ പറയുന്നതാണല്ലോ മെയിൻ. അവർ ചിലപ്പോൾ ഫിൽറ്റർ മാത്രം മതി എന്ന് പറയും. പക്ഷേ ചില ഘട്ടങ്ങളിൽ അപ്പം അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഒരു വീട്ടുകാർ വന്ന് സമീപിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഫിൽറ്റർ മാത്രം മതിയാവോ, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ട്. അത് ഫിൽറ്റർ കൊണ്ട് നിർത്താം, ഇതിന് എത്ര മാത്രമേ പ്രശ്നമുള്ളൂ, അങ്ങനെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? അതോ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്ന അങ്ങനെയാണോ? അല്ല, കസ്റ്റമർ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഫിൽട്രേഷൻ മതി, ഞങ്ങൾക്കത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കാൻ ആ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില വീടുകളിലെന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ വാട്ടറും ഉണ്ടാവും, ബോർവെല്ലും ഉണ്ടാവും. അപ്പോൾ അവരുടെ വെള്ളങ്ങളിലെന്ന് പറയുമ്പോൾ നോർമലി അത് ബാത്തിങ്ങിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിനായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, കുടിക്കാൻ വേണ്ടി വരത്തില്ല. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ഉള്ളതാണെങ്കിലും കസ്റ്റമർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി മറ്റേ സോഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഞങ്ങളത് യൂസ് ചെയ്തോളാം. അപ്പോൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ, കുടിക്കുന്നത് സേഫ് ആയില്ലേ, പിന്നെ മറ്റു കാര്യങ്ങളൊന്നും സേഫാക്കി എടുത്താൽ പോരെ, അതിന് വേണ്ടിയുള്ള യൂണിറ്റ് മതി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് അമീബിക് ബാക്ടീരിയയുടെ ഇഷ്യൂസ് വന്നപ്പോഴായാലും ഒത്തിരി എനിക്കൊന്ന് ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് കസ്റ്റമേഴ്സ് നമ്മൾ ഇങ്ങോട്ട് എൻക്വയറി ഇട്ടിട്ട് നിലവിലുള്ള യൂണിറ്റ്സുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യിച്ചായിരുന്നു. അതായത് വേറൊരു ടാങ്ക് അഡീഷണൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ വെള്ളമൊക്കെ അടിച്ചിട്ടിട്ട് ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓരോ ടാങ്ക് വെള്ളവും യൂസ് ചെയ്യുന്ന രീതിയിൽ. കാര്യം അവയർനെസ് കിട്ടിയപ്പോഴേ അവർക്കത് മനസ്സിലായി ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്, അല്ലെ ഇനി ഇങ്ങനെ ചെയ്താലേ രക്ഷയുള്ളൂ. കാര്യം നിലവിലെ സിറ്റുവേഷൻ അതാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഒത്തിരി പേര് കൺവെർട്ട് ചെയ്തായിരുന്നു. പുതിയ വന്ന എൻക്വയറീസിൽ നമ്മൾ സംസാരിച്ചപ്പോഴായാലും പറഞ്ഞു ക്ലോറിനേറ്റ് ചെയ്യുന്ന മോഡൽ മതി, അങ്ങനെ അഡ്വൈസ് എടുത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഓക്കെ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയിട്ട് ആ വെള്ളം നമ്മൾ പരിശോധനയ്ക്ക് ലാബ് ടെസ്റ്റിന് അയക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ വെള്ളം പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ ഫാക്ടറീസിലൊക്കെ പോയിട്ടാണെങ്കിലും എടുക്കുമ്പോൾ നമുക്കിപ്പം വെള്ളം എടുക്കുന്നതിനകത്ത് കാര്യമുണ്ട്. ചിലയിടത്ത് ചില കസ്റ്റമർ റിസൾട്ട് തരുമ്പം റിസൾട്ട് തന്നിട്ട് അവർ ഇഷ്യൂസ് ചോദിക്കുമ്പോൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും സാർ എങ്ങനെയായിരുന്നു, ആരാ വെള്ളം എടുത്തത്, എങ്ങനെ എടുത്തത്, എന്തെങ്കിലും ഇതൊക്കെ ചോദിക്കുമ്പോൾ ചില കസ്റ്റമർ പറയും ഞാൻ വെള്ളം എടുത്ത് രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി വെള്ളം എടുത്ത് വണ്ടിയിൽ ഇട്ടതായിരുന്നു, പിന്നെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല, പിറ്റേ ദിവസം കൊടുത്തതെന്ന് പറയും. അപ്പോൾ ശരിക്കും അതിനകത്ത് ഒരുത്തപ്പെട്ട പ്രശ്നമെല്ലാം ചിലപ്പോൾ ഓക്സിഡേഷൻ നടന്ന് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ FE2 എന്ന് പറയുന്ന കണ്ടൻറ്റ് ആ FE2 ഉള്ള സമയത്ത് നോക്കിയാലേ കിട്ടത്തുള്ളൂ. അത് 2-3 hours ആകുമ്പോൾ FE3 ആവും, പിന്നെ FE2 കിട്ടത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറുടെ പ്രശ്നം FE2
അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോഴും ഇതിനകത്ത് അയൺ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ Fe3 ചെക്ക് ചെയ്യുന്നില്ല. അപ്പം അയൺ ഇല്ല എന്നുള്ള സിനാരിയോയിൽ വർക്ക് ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമർ പറയും അത് ശരിയായില്ല. അപ്പം നമ്മൾ പറയും അന്ന് വെള്ളം ഒന്നുകൂടെ ലാബിൽ കൊടുക്കാൻ പറയും. അപ്പോൾ ലാബിൽ കൊടുക്കുമ്പോൾ അയണുണ്ട്. ആരുടെ പ്രശ്നം ശരി, ആരുടെയും പ്രശ്നമല്ല. കസ്റ്റമറിന് അവിടെ ആ ഒരു എങ്ങനെ ആയിരുന്നു അത് എടുക്കേണ്ടതെന്ന് അറിയാത്തതിൻ്റെ പേരിൽ വന്നൊരു പ്രശ്നമാണ്. കാര്യം ആ 2 ദിവസം കഴിഞ്ഞ വെള്ളം വേണം പിന്നെ യൂണിറ്റ് കൂടെ വിടാൻ. അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. പിന്നെ അതിനകത്ത് ഓൾട്ടറേഷൻ ചെയ്യേണ്ടി വരും. നല്ല ലാബുകളിലൊക്കെ ഹോം കളക്ഷൻ സർവീസ് അവൈലബിൾ ആണ്. വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകും. വാട്ടർ അതോറിറ്റിയിലൊക്കെയാണ് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം പൈസ അടച്ച് കഴിയുമ്പോൾ അവർ സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലും തരും, നോർമൽ ബോട്ടിലും തരും. അപ്പോൾ അത് എടുത്ത് കൃത്യമായിട്ട് ആ ടൈം പീരീഡിൽ അവിടെ കൊണ്ട് അവർ പറയുന്ന പോലെ തന്നെ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള രീതി ചെയ്യും. അവർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ കൈകൊണ്ട് ഇപ്പോൾ എൻ്റെ ക്യാപ്പ് പോലും അടയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എന്തെടുത്താന്ന് അറിയത്തില്ല. അതിൽ പിടിച്ചിട്ട് അടയ്ക്കുമ്പം റിസൾട്ട് വരുമ്പോൾ ബാക്ടീരിയ ഉണ്ടെന്നായിരിക്കും കാണിക്കുന്നത്. സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലല്ലേ. പിന്നെ ആ ക്യാപ്പ് ചിലർ തുറന്നിട്ട് ഇപ്പോൾ കിണറിൻ്റെ പക്കിനൊക്കെ വെക്കുക, അഴുക്കവിടെല്ലാം വെക്കുക, തിരിച്ചടയ്ക്കുമ്പോൾ ബാക്ടീരിയ ഉണ്ടെന്നായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയൊക്കെ പലയിടത്തും കാണിക്കാറുണ്ട്. റോങ് റിസൾട്ട് വരും. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ്. പിന്നെ ടൈം ഒരു ഇമ്പോർട്ടൻ്റാണ്. കൃത്യമായിട്ട് ആ ടൈമിനുള്ളിൽ നോക്കണം. ടൈം പീരീഡിൽ നോക്കിയാൽ മാത്രമേ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാലത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മഴവെള്ള സംഭരണി. അതിൻ്റെ ഒരു പ്രാധാന്യം ഈ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ പറ്റും? മഴവെള്ള സംഭരണി നമുക്ക് എപ്പോഴും അത്യാവശ്യം തന്നെ ആണ്. പക്ഷെ അത് സംഭരണിയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് മഴവെള്ളം സ്റ്റോർ ചെയ്യുന്ന ലിമിറ്റേഷനുണ്ട്. ഇത്രയുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ റെയിൻ വാട്ടർ റീചാർജിങ് ആണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി റീചാർജ് ചെയ്യാൻ പറ്റും. തിരിച്ച് വെല്ലിലേക്ക് തന്നെ റീചാർജ് ചെയ്യുന്നതൊക്കെ അൺലിമിറ്റഡ് സ്റ്റോറേജ് അല്ലേ, അത് സ്റ്റോറായി കിടക്കും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ മഴവെള്ളത്തിനും ശരിക്കും പറഞ്ഞാൽ അസിഡിക്കാണ് വെള്ളം. ലോ pH ആണ്, മിനറൽസ് ഒന്നുമില്ല. വേപ്പറൈസായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വെള്ളമല്ലേ. അതിൽ നമുക്ക് വേണ്ട വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട മിനറൽസ് ഉണ്ട്, അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മളിത് കൺസ്യൂം ചെയ്യുമ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മഴവെള്ളം അസിഡിക്കാണ് വെള്ളം. നേരെ മറിച്ച് റീചാർജിങ് ആണെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിനറൽസ് ഒക്കെ ആയിട്ട് ആഡായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ മഴ സംഭരണിയെക്കാട്ടി നമുക്ക് റീചാർജിങ് ആണ് എപ്പോഴും നല്ലത്, സേഫും ലോങ് ടൈമിലേക്ക് റിസൾട്ട് കിട്ടുന്നതും. വലിയ കണ്ടിന്യൂസ് റീചാർജ് ചെയ്യുന്നിടത്ത് പ്രശ്നങ്ങൾ കുറയാറുണ്ട്, പൊല്യൂഷൻ കുറയാറുണ്ട് വെള്ളത്തിൽ. അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉണക്ക് കാലത്തൊന്നും വെള്ളം ഇല്ലാതിരുന്ന സൈറ്റുകളിലൊക്കെ ഇപ്പം വലിയ റീചാർജ് ചെയ്തതിന് ശേഷം ഒരു 1-2 തവണത്തെ ഉണക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിണർ വറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ആ ഒരു വെള്ളം നിൽക്കുന്നതിൻ്റെ ഏരിയ ഫുള്ള് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. കാര്യം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഒത്തിരി വോളിയമല്ലേ മഴ പെയ്യുമ്പം കിട്ടുന്നത്. അപ്പോൾ അത് എത്രത്തോളം അവർ കളക്ട് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ നല്ല രീതിയിൽ തന്നെ, അറിയാവുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ഒട്ടും വേസ്റ്റ് പോവാതെ തന്നെ എവിടെ നിന്നൊക്കെ റൂഫിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ അത് കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് റീചാർജ് ചെയ്യുന്നവരുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ഒരു സംഭവത്തിൽ. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കിഡ്നി സ്റ്റോൺ വന്ന ആ ഒരു ഫാമിലിയുടെ കഥ, അവർക്ക് പിന്നീടുള്ള ടെസ്റ്റുകളിൽ ഒരുപാട് വ്യത്യാസം വന്നു എന്നും പറഞ്ഞു. ശരിക്കും ഭയങ്കര ഒരു ആത്മവിശ്വാസം കൂട്ടുന്നത് അല്ലേ അങ്ങനെ ഒരു കാര്യം? നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ലെവൽ കൂട്ടിത്തരുന്ന ഇഷ്യൂ ഓരോ സിനാരിയോ ഇങ്ങനെ എല്ലാ മാസം ഇങ്ങനെ വരും. നമുക്കൊന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കേസ് നമുക്ക് പിന്നെ ഇൻസ്പയറിംഗ് ആയിട്ട് വരും. ഏതെങ്കിലും ഒരു കസ്റ്റമർ പറയും നിങ്ങൾക്ക് കൊമ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടേംസ് ആൻഡ് കണ്ടീഷൻ, നിങ്ങളുടെ പോളിസി എന്താ, അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റ് നോക്കാൻ എന്താ വരാത്തത്. എല്ലാവരും വിളിച്ചിട്ട് പറയും സൈറ്റ് നോക്കാൻ വാ എന്ന് പറയും. ഈ സൈറ്റ് നോക്കാൻ വാ എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മൾ ഇത്രയും വൈഡായിട്ട് സർവീസ് ചെയ്യുമ്പോൾ ഇപ്പം എത്ര അടുത്ത് അങ്ങനെ പോയി നോക്കാൻ പറ്റും. അപ്പം നമുക്ക് അവർക്ക് സൊല്യൂഷൻ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം അറിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിളിക്കുന്നവരെല്ലാം പെട്ടെന്ന് പറയും വാന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റ് നോക്കാൻ തന്നെ നമ്മൾ ഒരാളെ നിർത്തിയാൽ തന്നെയും ഈ ഇൻസ്റ്റലേഷൻ അല്ല ഇവരുടെ ഒന്നും പ്രശ്നം. അപ്പോൾ അങ്ങനെ വാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴായാലും ചിലർ പറയും നിങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇച്ചിരി പ്രശ്നമുണ്ട്, അല്ലെ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, അവരൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും, നിങ്ങൾ തരുന്നില്ല, എന്താ തരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം നമ്മൾ പറയും ഞങ്ങളുടെ പോളിസി അങ്ങനെയാണ് സാർ എന്ന്. അപ്പോഴായിരിക്കും തൊട്ടിപ്പുറത്ത് അടുത്ത കസ്റ്റമർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചെന്ന്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു 100 പേര് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി, നല്ലത്, ഏതെങ്കിലും ബാലൻസ് ആയി പൊക്കോളൂ. ഞങ്ങളങ്ങനെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ എല്ലാവരെ കൊണ്ടും അങ്ങനെ ഫ്രീ സർവീസ് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ആയാലും ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ചിട്ട് പറയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഓപ്പണായിട്ട് തന്നെ പറയും സാറേ ഈ ഫ്രീ ആയിട്ട് തരിക എന്ന് പറയുമ്പം സാറിന് വേണ്ടി ഒരു സർവീസ് ഇവിടെ ചെയ്യാൻ വരുന്ന ആളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല സാറിൻ്റെ വർക്ക് നടക്കട്ടെ വൈകിട്ട് പൈസ തരാമെന്ന്. ആ സൈറ്റിലൊരാൾ പോയി അവർക്ക് വേണ്ടിയിട്ട് എഫർട്ട് ഇടണം. ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ഒരാളുടെ ലേബർ വരുന്നുണ്ട്, അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഓഫീസിൽ ചെക്ക് ചെയ്യുന്നതിന് എക്സ്പെൻസ് വരുന്നുണ്ട്. ഈവൻ വാട്ടർ അതോറിറ്റി പോലും ഗവൺമെൻറ് സബ്സിഡി കഴിഞ്ഞതിന് ശേഷം 850 രൂപ ചാർജ് ചെയ്യുന്നത് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ. അപ്പോഴാണ് പലരും പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണമെന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയും ഇല്ല സാറേ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്, വേറൊന്നുമല്ല,
പലരും അത് നമ്മൾ ഈ കൺസൾട്ടൻസിയും കൂടെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് പറ്റത്തില്ല. കാര്യം നമുക്കത് ഈ സാറിൻ്റെ അടുത്ത് വന്ന് സാറിനെ കൺവിൻസ് ചെയ്തു, ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചിട്ട് സാധനം തന്ന് മാർക്കറ്റ് ചെയ്ത് അതിനകത്ത് നിന്നൊരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കത്തില്ല. ഏത് ചെന്നതിൻ്റെ പേരിൽ ഇനി എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കത്തില്ല. സർവീസ് എടുത്തു അല്ലെങ്കിൽ വാട്ടർ ടെസ്റ്റ് ചെയ്തു, പ്രശ്നമുണ്ട് ഇല്ല, കമ്മിറ്റ്മെൻറ്റ് വേണ്ട. നിസ്സാരം ആ ഒരു വാട്ടർ ടെസ്റ്റിംഗ് പേയ്മെൻറ്റോട് കൂടിയിട്ട് ആ റിലേഷൻ അവർ ബ്രേക്ക് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. കാര്യം എന്താ, ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ പേയ്മെൻറ്റ് അവർ തന്നു, ഇനി അതിനകത്ത് പ്രശ്നമില്ല, അവരുടെ ഓപ്ഷനാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത് യൂണിറ്റ്സ് എടുക്കുവാണെങ്കിൽ ഈ ഫണ്ട് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു നടക്കുന്നതിൻ്റെ പ്രോസസ്സ് പേയ്മെൻറ്റ് ഞങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് പല കസ്റ്റമറിനും നമ്മളത്ര താല്പര്യക്കുറവാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് മതി എല്ലാവർക്കും. അപ്പോൾ ഇത്രയും വലിയ പ്രോസസ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. സർക്കാർ പോലും പേയ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ഫ്രീ ആയിട്ടൊക്കെ തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ്, നന്നായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരാണോ? അതെ, അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ എല്ലാവരും നിൽക്കുന്നത്. നമ്മളതുകൊണ്ട് മാക്സിമം അവരുടെ കാര്യങ്ങളും അതനുസരിച്ച് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു കസ്റ്റമർ ഒരു പ്രശ്നം പറഞ്ഞാൽ അവരത് കറക്റ്റ് ചെയ്യുന്നിട്ട് ഇപ്പം നമ്മുടെ സ്റ്റാഫുകളായാലും എല്ലാവരും കമ്പനിയുടെ സൈഡിൽ നിൽക്കത്തില്ല, സ്റ്റാഫിന് അവരുടെ സൈഡിൽ നിൽക്കത്തില്ല. കൃത്യമായിട്ട് എന്താണോ അവിടെ പറയാനുള്ളത് ആ നിലപാട് തന്നെ കറക്റ്റ് സ്റ്റാൻഡായിട്ട് പറയും. സാറേ ഇത് നമ്മുടെ കുഴപ്പമല്ല, സാറിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണെങ്കിൽ പറയും സാറിൻ്റെ പ്രശ്നമല്ല ഞങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളത് കറക്റ്റ് ചെയ്ത് തരാം. അങ്ങനെയാണ് അവർക്ക് അവർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നമാണ് നമ്മൾ പറയും, ഞങ്ങളുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എടുത്ത് എന്തായാലും അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, കറക്റ്റ് പറയും സാറേ ഇത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഞങ്ങളതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് തരാം. അല്ല, അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ ഇഷ്യൂ ആണ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എപ്പോഴെങ്കിലും വരുമോ? ഇല്ലില്ല, അത് ഒത്തിരി ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് വളരെ കുറവാണ്. എങ്കിലും ആ കസ്റ്റമറിന് അപ്പോൾ ഉണ്ടായിരുന്ന ട്രസ്റ്റ് ഡബിൾ ആകത്തേ ഉള്ളൂ. അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അങ്ങനെ എടുക്കാറുള്ളൂ. അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ പറയും, അടുത്തൊരു കസ്റ്റമറോട് പറയും നിങ്ങൾ അവരെ വിളിച്ചാൽ മതി, എന്തുണ്ടെങ്കിലും അവർ സേഫായിട്ട് ചെയ്തു തരും. എനിക്ക് അങ്ങനെ ആയിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അവരത് കറക്റ്റ് ചെയ്ത് തന്നു എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒരു ലോങ് ടൈം റിലേഷൻ അവിടെ കിട്ടത്തേ ഉള്ളൂ. അത് അങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മടിയില്ല. ഇപ്പോൾ നമ്മുടെ ഓഫീസ് ശരിക്കും കൊച്ചിയിലാണല്ലോ? മെയിൻ ഓഫീസ് ഞങ്ങൾ കായംകുളമാണ്, ബ്രാഞ്ചാണ് കൊച്ചിയിലിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് ജില്ലകളിൽ വെഞ്ഞാറമൂടാണ് ഓഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതി മനസ്സിലുണ്ടോ? നിലവിൽ നമ്മളിപ്പം സൗത്ത് കേരളയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ലെവലിൽ ഇനിയിപ്പം നോക്കുമായിരിക്കും, മേ ബി അതൊരു കുറച്ച് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ കഴിയുവാണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത സ്റ്റേജിലോട്ട് നോക്കണം. മെയിനായിട്ട് ഇപ്പം നിലവിൽ ചെയ്യുന്നിടത്തെല്ലാം കൃത്യമായിട്ട് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഡോക്ടർ ഫിൽടെക്കിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് സമീപിക്കേണ്ടത് റെഫർ ചെയ്ത് വരുന്നതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് ആണ് വരുന്നത്. മാർക്കറ്റിംഗിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ സൈറ്റിലോട്ട് ഓരോ കസ്റ്റമറോടും ചെന്നിട്ട് ഇതുവരെ അങ്ങനെ ഞങ്ങളുടെ യൂണിറ്റ് ഉണ്ട് വേണമെന്ന് ചോദിച്ചിട്ടില്ല. കാര്യം കൃത്യമായിട്ട് അത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാവാം മേ ബി കൃത്യമായിട്ട് അത് അപ്രോച്ച് ചെയ്യുന്നത്. പലരും അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്തായാലും സാർ ഞങ്ങളുടെ യൂണിറ്റ് എടുക്കാൻ കാരണം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് പറയും അത് ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നമുക്ക് പറയും, അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചു നിന്നത് കാര്യമായി. പല സമയത്ത് മാറ്റണമെന്ന് വെച്ചാൽ ഡിസിഷൻ ആയിരിക്കും. അപ്പോഴായിരിക്കും ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ആ ഡിസിഷൻ മാറ്റരുതെന്ന് പറയും. അപ്പോൾ അത് ശരിവെക്കുന്നവരെയാണ് ഞങ്ങളും കൂടുതലും നോക്കുന്നത്. കാര്യം അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഇത് വേറെ സാധനം പോലെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് ഇതിൻ്റെ വരുമഴകൾ, അല്ലെങ്കിൽ ഇവർ മേടിച്ചിട്ട് കുറ്റം പറയത്തില്ലയോ, പിന്നെ പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ചെയ്യായിരുന്നു ഇപ്പോൾ. ഓക്കെ. ഈ കാലത്ത് നമുക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിന് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ? യങ്സ്റ്റേഴ്സ് നമുക്ക് എല്ലാവരും അതിനെ പറ്റിയിട്ട് ഇപ്പോഴേ ബോധേഡായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇപ്പം പ്രായമുള്ളവർ കഴിക്കുന്ന മെഡിസിനുകൾ പോലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. യുവാക്കളാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലല്ലേ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്ന് വേണ്ട വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവർക്കും ചെയ്യാനുള്ള അവൈലബിലിറ്റി അല്ലേ ചെയ്യാൻ പറ്റുമോ? പ്രായമുള്ളവരെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ലാബിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് അന്നേരം തന്നെ കൊണ്ട് കൊടുത്ത് കളക്ട് ചെയ്ത് റിസൾട്ട് 2 ദിവസത്തിനുള്ളിൽ കിട്ടി ആ തീരുമാനമാക്കാം. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിലവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണോ വരുന്നത്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും അങ്ങനെ ബോധമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ അടുത്ത് പറയും എൻ്റെ പ്രശ്നം അതായിരുന്നല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മാറും എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മൾ കറക്റ്റ് കാര്യം പറയുമ്പോൾ അവർ പിന്നെ റെഫറൻസ് ഒത്തിരി തിരക്കിയിട്ടായാലും പിന്നെ നമ്മുടെ ചോദിക്കും നിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളായിരുന്നോ, ഞാൻ തിരക്കിയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ എന്ന് പറയും. പിന്നെ നോർമലി നമ്മളൊരു വീടുകളിലൊക്കെ ആയാലും ഒരു
15,000 രൂപ മുതൽ ബേസിക് മുതൽ 1,00,000 രൂപ വരെയൊക്കെ ഒരു റേഞ്ചിൽ ഒരു യൂണിറ്റ് തന്നെ ചെയ്യാൻ പറ്റും. അത്രയും ഒരു വൈഡാണ്. അപ്പം ഈ 1,00,000 രൂപയുടെ സാധനം എന്ന് പറയുന്നതും ഈ 15,000 രൂപയുടെ സാധനം എന്ന് പറയുന്നത് സിമിലർ ലുക്ക് വൈസൊക്കെ ഏകദേശം സെയിമാണ്. അപ്പോഴേ ഈ പറയുന്ന 1,00,000 രൂപയുടെ ഒരു നോർമൽ വെസൽ വെച്ച കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആൾക്കും അറിയാമല്ലോ വെള്ളം എന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെയൊക്കെ വില എന്താണെന്നും അപ്പോൾ ആൾക്കും ബോധ്യപ്പെട്ടിട്ടാണ് ആൾ ചെയ്തത്. അല്ല, നമ്മളിപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത് അഭിജിത്ത് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് അഭിജിത്ത് കാലെടുത്ത് വെക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ തുടക്കകാലത്ത് നേരിടേണ്ടി വന്നു? പ്രത്യേകിച്ച് 10 വർഷമായില്ലേ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. അതെ. ഈ തുടക്കകാലത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നിലവിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഈ നോളജുകളായാലും നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രി നല്ല രീതിയിൽ വളർന്നതുകൊണ്ട് ഒത്തിരി ആളോട് നമുക്ക് എക്സ്പീരിയൻസ് അവരോട് ചോദിക്കാം. എന്തായി, എങ്ങനെയാണ്, ഞാൻ ചെയ്തപ്പോൾ ഒരു കാര്യം ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്കായാലും കസ്റ്റമറിനായാലും എല്ലാം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ യൂണിറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നീട് ഇത് മനസ്സിലായിട്ടുണ്ട്, ഇത് ഫിൽറ്ററാണെന്ന് വരെ എത്തിയിട്ടുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് വരെ എത്തിയിട്ടില്ല, ഫിൽറ്റർ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ പണ്ടത്തെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ പണ്ട് നമ്മൾ കുറച്ച് ലോങ് ഒന്നും അധികം കൊടുക്കത്തില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ കാലത്തിൻ്റെ അനുസരിച്ച് മാറിയപ്പോഴത്തേക്ക് ഒത്തിരി ലോങ് സർവീസുകളായാലും കാര്യം നമുക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വൈഡായിട്ട് ചെയ്യാൻ പറ്റും അല്ല ഇങ്ങനെയാണ് എന്നൊരു പൊട്ടൻഷ്യൽ അറിയത്തില്ലായിരുന്നു. പിന്നീട് നമ്മളെ ഈ ലോങ്ങിൽ നിന്ന് ഒത്തിരി ആളുകളെ തിരക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ നമ്മളത് വൈഡാക്കിയത്. പിന്നെ ഒരു പരിധി കൂടുതൽ വന്നാലും നമ്മൾ പറയില്ല ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ശരി, വർക്ക് ചെയ്യാന്നതിനെക്കാട്ടി ഉപരി ഞാൻ പറഞ്ഞില്ല, കൺസൾട്ടിങ് പിന്നെയും കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്, കുഴൽ കിണർ അങ്ങനെ പല കാര്യങ്ങൾ. എത്രത്തോളം സുരക്ഷിതമാണിതെല്ലാം? നമുക്ക് എല്ലാ വെള്ളത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ചിലർ പറയും കിണറാണ് നല്ലത്, ചിലർ പറയും കുഴൽക്കിണറാണ് നല്ലത്, ചിലർ പറയും കോർപ്പറേഷൻ വാട്ടറാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാ വെള്ളത്തിനും അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ കിണറാണെന്നുണ്ടെങ്കിൽ സർഫസ് വാട്ടറാണ് ഏറ്റവും പെട്ടെന്ന് മഴ പെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴോ ഈ സർഫസ് വാട്ടർ തന്നെ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സർഫസ് എത്രത്തോളം പൊല്യൂട്ടഡ് ആണോ അത്രത്തോളം അതിൻ്റെ പ്രസൻസും ഇതിലേക്ക് വരും. ഇപ്പോൾ തൊടിയൊക്കെ പൊട്ടിയിട്ടായാലും ഇപ്പോൾ സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ നല്ല ദൂരം ഉണ്ടെന്ന് വയ്ക്കുക, എങ്കിലും അവിടെ വെള്ളം നിൽക്കുന്ന പ്രദേശമാണ് എങ്കിലും സെപ്റ്റി ടാങ്ക് അപ്പോൾ ഓൾറെഡി വെള്ളത്തിലായിരിക്കുമല്ലോ മുങ്ങി നിൽക്കുന്നത്. എന്നിട്ട് കിണറിൻ്റെ ഒരു തൊടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെപ്റ്റി ടാങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഈ വെള്ളം ഫുള്ള് ബാക്ടീരിയ പ്രസൻസ് ആയിരിക്കും, ഈ വെള്ളമായിരിക്കും ഇതിലേക്ക് വരുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ബോർവെല്ലാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അയണായാലും കാൽസ്യം അത് ഓരോ സ്റ്റേജിലേക്ക് പോകും തോറും അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ കോർപ്പറേഷൻ വാട്ടർ ആയാലും ബാക്ടീരിയൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോറിനേറ്റ് ചെയ്താണ് വിടുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ കസ്റ്റമർ ക്ലോറിൻ ഉള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. കാര്യം ക്ലോറിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ടീരിയ അതിലൊക്കെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ വരുന്ന വഴി പൈപ്പ് ലൈൻസൊക്കെ ചിലപ്പോൾ പൊട്ടും എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ അടക്കുമ്പോഴേ. എന്നിട്ട് അവിടുന്ന് പിന്നെ വേസ്റ്റ് വാട്ടറൊക്കെ കയറി പലയിടത്തും വരാറുണ്ട്. പൈപ്പ് ലൈൻസിനൂടെ തന്നെ ഇപ്പം ഒരു വരുന്ന വഴിക്കൊരു തോടുണ്ടായിരുന്നു, ആ തോട്ടിൽ ഈ പൈപ്പ് ലൈൻ പൊട്ടി. അപ്പോൾ ഈ പമ്പിങ് ഇല്ലാത്ത സമയത്ത് പുറത്തുനിന്ന് വെള്ളം ഈ പൈപ്പിനകത്തേക്ക് കയറും, തോട്ടിലെ വെള്ളം. എന്നിട്ട് ഈ അടിക്കുന്ന സമയത്ത് ഈ വെള്ളങ്ങളൊക്കെ ചെയ്യില്ല. അത് പലയിടത്തും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കേസുകളൊക്കെ. അപ്പോഴേ ഈ മറ്റേ കൃമി വരെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന സാധനങ്ങൾ വരുന്നത്. ഈ കാണാൻ പറ്റാത്തിടത്തോളം ആളുകൾ വിചാരിക്കുന്നത് സേഫാണെന്ന് വിചാരിക്കും. പിന്നിപ്പം ആലപ്പുഴ സൈഡിലോട്ടൊക്കെ പോകാനാണെങ്കിൽ കുട്ടനാട് മേഖലയിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ ആറ്റിൽ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അവർക്ക് വേറെ സോഴ്സ് ഇല്ലാത്തതുകൊണ്ടും ആവാം. ചിലയിടത്ത് ഓപ്ഷനുകളുണ്ട്, ചിലയിടത്ത് ഓപ്ഷൻ ഇല്ല. അപ്പം ഈ ഹൗസ് ബോട്ടുകളുടെയൊക്കെ ആയാലും ഒത്തിരി പൊല്യൂഷനുള്ള സ്ഥലമാണ് അവിടെ. പിന്നീട് നമുക്ക് ഇപ്പം ഈ നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം അവിടെ കെട്ടി നിർത്തുവർ അടുത്ത വിളവിറക്കാൻ, അടുത്ത ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ട് കുറച്ച് നാൾ അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കച്ചി വൈക്കോൽ എന്നൊക്കെ പറയുന്നതൊക്കെ അഴുകിയിട്ട് അത് അവിടെ തന്നെ കിടക്കും. പിന്നെ ഈ നെല്ലിനടിച്ച കീടനാശിനികളുടെയൊക്കെ ആയാലൊരു വേസ്റ്റ് പ്രസൻസ് ഈ വെള്ളത്തിലേക്ക് ലയിച്ചിട്ട് ഈ കെട്ടി നിർത്തിയിരുന്ന വെള്ളം തിരിച്ച് പിന്നെയും ആറ്റിലേക്ക് തന്നെ പമ്പ് ചെയ്യും. അപ്പോൾ ആറ്റിലേക്ക് തന്നെ പമ്പ് ചെയ്യുമ്പോൾ ഇത് തിരിച്ച് മറ്റ് സൈഡിലുള്ളവർ മോട്ടർ വെച്ചിരിക്കുന്ന ഈ ആറ്റിലായിരിക്കും. അപ്പോൾ അവരും ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തല്ല യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ പ്യൂരിഫയറുകളൊക്കെ വെച്ചാൽ പോലും ഭയങ്കരമായിട്ട് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. അപ്പം റെഗുലറി മെയിൻ്റനൻസ് ചെയ്യുന്ന ഇപ്പം നമ്മളൊരു പ്യൂരിഫയർ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രശ്നമുള്ളിടത്താണെങ്കിൽ പോലും ഒരു പ്യൂരിഫയർ വെച്ചാൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു 10,000 രൂപ 2,000 രൂപ പോലും സർവീസ് കോസ്റ്റ് ആയാൽ പോലും അവർക്ക് ലാഭമോ ഹെൽത്ത് വെച്ച് നോക്കിയാൽ. അങ്ങനെ പോലും ആരും മുടക്കത്തില്ലോ, അത്രയും രൂപ മുടക്കണോ എന്നുള്ള ചിന്തിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എത്ര നാൾ വേണേലും വിത്തൗട്ട് കൊട്ടേഷനിൽ മെഡിസിൻ കഴിക്കാനും വരില്ല തയ്യാറാണ്.
ഒരു പ്യൂരിഫയർ വേണമെങ്കിൽ കൊട്ടേഷൻ ചോദിക്കും. അതെ. പക്ഷേ ഹെൽത്ത് റിലേറ്റഡ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇവരാരും കൊട്ടേഷൻ ചോദിക്കത്തില്ല. അതിന് എത്ര വേണമെങ്കിലും മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. കൊട്ടേഷൻ മേടിക്കേണ്ടെന്നല്ല പറയുന്നത്. എപ്പോഴും ആ ഒരു അവരവർക്ക് കിട്ടുന്ന ബെനിഫിറ്റൂടെ നോക്കിയിട്ട് പ്രൈസ് എന്നുള്ളതിനെക്കാട്ടി ഉപരി ഏത് ക്വാളിറ്റിയിൽ കിട്ടണം എന്നുള്ളതിനെ പറ്റിയിട്ടൂടെ എല്ലാവരും ഒന്ന് ബോധേഡ് ആകുമ്പോഴാണ് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചില സൈറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടുകാർ ചോദിക്കും കുടിക്കാൻ വെള്ളം വേണോ ചായ വേണോ എന്ന് ചോദിക്കും. നമ്മൾ പറയും ഒന്നും വേണ്ടെന്ന് പറയും. എന്താ ഇവിടുത്തെ വെള്ളം കൊള്ളാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കും. വളരെ വെള്ളം കൊള്ളാത്തതുകൊണ്ടല്ല, നമ്മൾ ഓൾറെഡി വെള്ളം ഉണ്ടാവും കയ്യിൽ, അതുകൊണ്ടാന്ന് പറയും. അവിടെ പതറിപ്പോവും. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ആലോചിക്കും വിളിച്ചത് പ്രശ്നം പരിഹരിക്കാനായിരുന്നില്ല അതുകൊണ്ടാണ്. ചിലർ വെള്ളം കൊണ്ടെന്ന് പറയും പേടിക്കണ്ടത് ഇവിടുത്തെ വെള്ളമല്ല കേട്ടോ, ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന വെള്ളം, അങ്ങനെയൊക്കെ പറയും. ഒത്തിരി സൈറ്റുകളിൽ അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ മെജോറിറ്റി എനിക്കൊന്നൊരു 10-12 വർഷമൊക്കെ ആയ യൂണിറ്റുകളൊക്കെ ആയാലും വിത്തൗട്ട് മെയിൻ്റനൻസിൽ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. പീരിയോഡിക് മെയിൻ്റനൻസ് കൊടുക്കാറുണ്ട്, പക്ഷെ അവർക്കൊരു എക്സ്പെൻസ് വന്നിട്ടില്ല രണ്ടാമത്. ഇപ്പോൾ ഈ നമ്മുടെ വെസൽ ഫിൽറ്ററുകളൊക്കെ ആയാൽ പോലും അതിനുള്ളിൽ ക്ലോറിനേറ്റ് ചെയ്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇതങ്ങ് മാറ്റാം ഇത്ര വർഷം ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ പറയും വെള്ളത്തിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളത് ഒന്ന് ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്ക്, എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ. അപ്പോഴും നമ്മൾ പറയും ഓക്കെ നിങ്ങൾ 10 വർഷം മുമ്പ് വെച്ചത് ഇത്ര രൂപയ്ക്കാണ് വെച്ചത്, ഇപ്പോൾ അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ അത്രയും പൈസ വേണം, പുതിയ വെക്കണമെങ്കിൽ അതിനെക്കാട്ടി ഇത്രയും കൂടെ ആവും, അത്രയും വ്യത്യാസം വന്നോ എന്ന് ചോദിക്കും. കാര്യം 10 വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് പല മെറ്റീരിയൽസിൽ. ഇപ്പോൾ തന്നെ ഈ ആക്ടിവേറ്റഡ് കാർബൺ ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി ആളുകൾ ഈ വീട്ടുകളിൽ ചിരട്ടയില്ലേ, ചിരട്ട റീകളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. 1 കിലോ 30 രൂപ 35 രൂപയൊക്കെ വെച്ചിട്ട് പലരും വാങ്ങാറുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഈ ഉപയോഗം കൂടി, പിന്നെ ചിരട്ടയ്ക്ക് ഓൾറെഡി നല്ല ഷോർട്ടേജ്, വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയപ്പോഴത്തേക്ക് ആക്ടിവേറ്റഡ് കാർബണിന് നല്ല വിലയാണ്, ഡബിൾ പ്രൈസായി. പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി കൂടി. അപ്പോഴത്തേക്ക് കാര്യം ഈ ക്ലോറിനേറ്റ് ചെയ്യുന്ന വെള്ളങ്ങളെയൊക്കെ അല്ലെങ്കിൽ കെമിക്കൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഒക്കെ ആക്ടിവേറ്റഡ് കാർബൺ വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ നല്ല റോളുള്ള സാധനം. അപ്പോൾ അതാണ് ഈ സാധനം പോയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് 35 രൂപ 1 കിലോയ്ക്ക് ചിരട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഇത് പോയി ട്രീറ്റ് ചെയ്തിട്ട് 500 രൂപ 600 രൂപയ്ക്കൊക്കെ വരുന്നത് തിരിച്ച് 1 കിലോ ആയിട്ട്. കാര്യം അത്രയും വലിയ പ്രോസസ്സാണ്. അപ്പോഴേ ആളുകൾ പറയും ഇത് കരിയല്ലേ നിങ്ങളിടുന്നത്, ഞങ്ങൾക്കറിയാമെന്ന് പറയും, നിങ്ങളിതിൽ കരിയല്ലേ ഇടുന്നതെന്ന് പറയും. ഈ പറഞ്ഞ സാധനം ഇപ്പോൾ അത്രയും വലിയ പ്രോസസ്സ് നടന്ന് തിരിച്ച് വരുമ്പോൾ കസ്റ്റമർ കരിയെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ കരി എന്ന് പറയുമ്പോൾ 500 രൂപ 600 രൂപ 1 കിലോയ്ക്ക് വരുന്ന സാധനത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കലൈസ് സ്കാം ചെയ്യുന്നവരെന്ന് പറയുമ്പം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ജസ്റ്റ് ഒരു 1 ടൈം ഡീലായിട്ട് ചെയ്ത് കൊടുക്കുന്നവർ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഈ അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കരിയുണ്ട് മരത്തിൻ്റെ, അത് കിലോ 5 രൂപയുള്ളൂ. ഇത് ഇവരിട്ടിട്ട് ഫ്രീ ടൈമിൽ ഇവർക്ക് വലിയ വർക്കൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഇവർ ഈ ഫ്രീ ടൈമിൽ അതൊക്കെ ഇരുന്ന് പൊടിച്ചിട്ട് ചാക്കിനകത്താക്കി വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ കസ്റ്റമർ നോക്കുമ്പോൾ ഞങ്ങളും കാണിച്ച കരി എല്ലാവരും കാണിച്ച കരി. അപ്പോൾ തമ്മിൽ അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റൊക്കെ അറിയുന്നതെന്ന് വെച്ചാൽ ടാങ്കിലൊരു ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സ്മെല്ല് വരുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഈ കംപ്ലയിൻറ്റുകൾ കണ്ടുപിടിക്കുമ്പോഴതിൽ ഏറ്റവും ലോ പോയിന്റിലിട്ടായിരിക്കും എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുവാണ് എനിക്ക് ഇന്ന കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല അല്ലെ ഇന്ന പോലെ ആണെന്ന് പറയുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലിട്ടായിരിക്കും നമ്മൾ ആ കംപ്ലയിൻറ്റ് അല്ലെ പരിഹരിക്കാൻ വേണ്ടി ഇത് കുഴപ്പമില്ലല്ലോ ആ ഒരു രീതി പറയത്തില്ല. കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ ശരി, കുഴപ്പമുണ്ടോ ഇല്ലയോ അതിൻ്റെ എന്ത് ഓയിൽ വരെ അത് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവിടെ വരെ നോക്കിയിട്ടേ നമ്മളത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അതിന് മണ്ടയ്ക്ക് പിന്നെ അഭിപ്രായം വരത്തില്ല. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു കേസ് എന്ന് വെച്ചാൽ അവർ ഫിൽട്രേഷൻ യൂണിറ്റൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് ബാക്ക് വാഷിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു യൂണിറ്റിൽ ഇതുപോലെ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടെ വെച്ചതിനകത്ത് വാട്ടർ ടാങ്ക് ഓട്ടോമാറ്റിക് ഫില്ലാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ബാക്ക് വാഷിങ്ങിൻ്റെ ക്ലീനിങ് എല്ലാം നടക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഫില്ലിങ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അവിടെ നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ പറഞ്ഞ സാറേ സമയം കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് സാർ അവിടെ ലോക്കലി ആരെങ്കിലും അറേഞ്ച് ചെയ്ത് നമ്മൾ ടെക്നിക്കലി അതിൻ്റെ സപ്പോർട്ടെല്ലാം കൊടുക്കാം, സാർ അത് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മനസ്സോടെ ആളത് വേറെ ചെയ്യിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് ശരിയായോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ സാർ ഉപയോഗിക്കാൻ പറഞ്ഞു. ഉപയോഗിച്ചപ്പോൾ ആൾ വിളിച്ചിട്ട് കറക്റ്റ് ആ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ പോയി നോക്കും വർക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റ് ആണോ, കാര്യം അത്രയും കൺസേൺ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുമായിരുന്ന ആൾ പറഞ്ഞ് ഞങ്ങൾക്ക് അത്രയും പേടിക്കേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ശരി എന്തായാലും ആൾ വിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിട്ട് നോക്കിയപ്പോൾ പറഞ്ഞ് ചെറിയൊരു എറർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കറക്റ്റ് ചെയ്ത്. അപ്പോഴും ചോദിച്ചു സർവീസ് ചാർജ് വേണം, നമ്മൾ വേണ്ട കുഴപ്പമില്ല കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ വിളിച്ചപ്പോഴും പറഞ്ഞില്ല സർവീസ് ചാർജ് കുഴപ്പമില്ല വാങ്ങണ്ടെന്ന് പറഞ്ഞു. കാര്യം ചെറിയൊരു കാര്യമായിരുന്നു, വേറെ വഴിക്ക് പോയ കൂട്ടത്തിൽ അങ്ങോട്ടൊന്ന് കയറിയത് കുറച്ച് സമയം പോയി, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് വിട്ട്. പിന്നെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെയും കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും എവിടെ പോയിട്ട് വന്ന കൂട്ടത്തിലും അവിടെ കയറിയപ്പം 7:30 എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടൈമറുണ്ട്. അപ്പോൾ ആ ടൈമറെന്ന് വെച്ചാൽ 8 മണിക്കാണ് ഈ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡേ ടൈമിൽ ചെന്നിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നൊക്കെ നോക്കിയാൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പറയാം ഇതെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ സാറിനെന്താ അറിയുമോ അറിയുമോ ആ ഒരു തർക്കം ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ ഒരാൾ ചുമ്മാ ഒരു കാര്യം പറയത്തില്ലല്ലോ,
അപ്പോഴും നമ്മൾ 7:30 ആയുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തു, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ 8 മണിക്ക് പമ്പിങ് തുടങ്ങി. പക്ഷേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നിന്നു. എന്താ നിന്നതെങ്കിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അതിൻ്റെ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു, ലൈൻ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ലൈൻ വോൾട്ടേജ് ഒരു മോട്ടോർ വർക്ക് ചെയ്യേണ്ടതിലും താഴെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആ സമയത്ത് നോക്കിയാൽ മാത്രം കണ്ടുപിടിക്കുന്ന കംപ്ലയിൻ്റ് അത്. കാര്യം ആ 8 മണി സമയത്ത് അവിടെ ലൈനിൽ വോൾട്ടേജ് ഇല്ല ഒരു മോട്ടോർ വർക്ക് ചെയ്യാനുള്ള. അത് പിന്നെ ഞങ്ങൾ മാറ്റി രാവിലത്തെ ടൈമിൽ വെളുപ്പിന് ഇട്ട് കൊടുത്തു. അപ്പോൾ പ്രശ്നം പരിഹരിച്ചു. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മുന്നേ കൂട്ടി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ ത്രൂ എക്സ്പീരിയൻസിലൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും അതനുസരിച്ച് ഏറ്റവും ലോവിൽ എന്താണ് അവർ ചുമ്മാ പറയത്തില്ല, അല്ലെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ നമ്മളത് പറയത്തുള്ളൂ. ചിലയിടത്തൊക്കെ ആയാലും യൂണിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ലൈനിൽ പ്രഷറെല്ലാം കുറഞ്ഞ്, അത് പ്ലംബറെ വിളിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണ്, കമ്പനിക്കാരെ വിളിച്ചപ്പോഴും അവർ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണ്, ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സംഭവം ശരിയായി, മെയിൻ ലൈനിലല്ലേ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പരിഹരിച്ചാൽ കുറ്റം ആരോപിക്കപ്പെട്ടു, ഇനി അത് തെളിയിക്കണം. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ് എന്തോ പറയും, സാറേ ഇത് നമ്മുടെ പ്രശ്നമല്ല. അപ്പോഴും ഒരു തർക്കമായി, ഇതാണ് നിങ്ങളുടെ ലൈനിൽ കൂടെ ആണ് ഇത് വരുന്നത്, ഇവിടെ പ്രശ്നമുണ്ട്, ബാക്കി എല്ലാവരും 2-3 പേര് പറഞ്ഞ് നിങ്ങളുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയും ഇനി തർക്കമുള്ള സ്ഥിതിക്ക് ഇനി ഒന്നേ ഉള്ളൂ മാർഗ്ഗം, ഇത് കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് നിങ്ങളുടെ ലൈൻ എങ്ങനെയാണോ വരുന്നത് അതേപോലെ നമുക്ക് വയ്ക്കാം. അപ്പോൾ പിന്നെ വെച്ച് കഴിയുമ്പോൾ പറയും ഓ സോറി, അത് ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നമല്ലെന്ന് മനസ്സിലായി, ഇനിയിപ്പോൾ അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ, അങ്ങനെയൊക്കെ ഉള്ള കേസിലൊക്കെ നമുക്കത് പറഞ്ഞാൽ മാത്രം പോരാ, പ്രാക്ടിക്കലിയും കൂടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം അവരുടെ സൈഡിലൂടെ നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും കൺസൾട്ടൻസിയിലേക്ക് മാറാനും കാര്യം അതാ. ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നതിനെക്കാട്ടും ഇവർ കൺസൾട്ടൻ്റായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പലതും ഹൈഡ് ചെയ്യേണ്ടി വരും, ഡിസഡ്വാൻറ്റേജസ് ചിലപ്പോൾ ഒന്നും താത്തു പിടിക്കേണ്ടി വരും. കൺസൾട്ടൻസി ആണെങ്കിൽ അത് വേണ്ട, കറക്റ്റ് പറയാം സാർ ഇങ്ങനെയാണ്. കാരണം കൺസൾട്ടൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്ന ഗുണമുണ്ട്, ഇന്ന ദോഷമുണ്ട്, ഏത് വേണമെന്ന് അവരുടെ ഓപ്ഷൻ അവർക്ക് സെലക്ട് ചെയ്യും. നമുക്ക് ഡിപ്പെൻഡിങ് അല്ല, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, വെള്ളം വെറും വെള്ളമല്ല. നമ്മൾ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം സേഫാക്കാം. അപ്പോൾ ഡോക്ടർ ഫിൽടെക് ദ വാട്ടർ കൺസൾട്ടൻറ്റിൻ്റെ കോ-ഫൗണ്ടർ, ചീഫ് കൺസൾട്ടൻറ്റ്, ഒപ്പം സിഇഒയും കൂടിയായ അഭിജിത്ത് ചന്ദ്രനാണ് നമുക്കൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ആശംസയും നേരുന്നു. താങ്ക് യു.